ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാർവതിയുടെ സൈക്കിൾ മുക്തയോടും ഫ്രണ്ട്സുകളോടും വാർഡൻ കഴുകാൻ വേണ്ടി പറയാട്ടോ. അതും കിണറ്റിൽ നിന്നും വെള്ളം കോരി കഴുകണമെന്ന് പറയണം. അങ്ങനെ മുക്തയും ഫ്രണ്ട്സുകളും മനസ്സില്ലാ മനസ്സോടെ കഷ്ടപ്പെട്ട് പാർവതിയുടെ സൈക്കിൾ കഴുകാൻ കേട്ടോ. അപ്പോൾ അതെല്ലാം വാർഡനും പാർവതിയും ഫ്രണ്ട്സുകളൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ വാർഡൻ ഒരുപാട് സന്തോഷമാവാണ്. മുക്തയുടെ അഹങ്കാരത്തിന് ഇങ്ങനെയൊക്കെ ഒരു ശിക്ഷ കൊടുത്തേ മതിയാവൂ എന്ന് വാർഡൻ മനസ്സിൽ ചിന്തിക്കാൻ കേട്ടോ. എന്നിട്ട് സൈക്കിളൊക്കെ വൃത്തിയാക്കിയ ശേഷം വാർഡനോട് പറയാണ്, വാർഡൻ ഞാൻ നല്ലതുപോലെ ക്ലീൻ ആക്കിയിട്ടുണ്ട് എന്ന് പറയട്ടോ. അപ്പോൾ വാർഡൻ പറയണേ, ഇനി മേലിൽ ഇങ്ങനെയുള്ളതൊന്നും ആവർത്തിക്കരുത്. ഇനി എന്തെങ്കിലും നീ ഇതുപോലെ പാർവതിയോട് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നീ ഒരു നിമിഷം പോലും ഈ ഹോസ്റ്റലിൽ നിൽക്കില്ല. നിന്റെ അമ്മയെ നേരെ വിളിച്ച് നിന്നെ ഇവിടെ നിന്ന് പറഞ്ഞയക്കും എന്ന് പറയട്ടോ. അത് കേൾക്കുന്ന സമയത്ത് മുക്ത പേടിയോട് കൂടിയിട്ട് ഇനി ഒന്നും ആവർത്തിക്കില്ല എന്ന് പറയാണ്. അങ്ങനെ വാർഡൻ പോയി കഴിഞ്ഞ ശേഷം പാർവതി പറയണേ, ഇനി എൻ്റെ സൈക്കിളിനെ നീ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി നിന്നാൽ ഈ പാർവതി ആരാണെന്നുള്ളത് ഇനി ശരിക്കും അറിയും എന്ന് പറഞ്ഞ് പാർവതി അങ്ങ് വാണിങ് കൊടുക്കുക കേട്ടോ. അപ്പോൾ പാർവതിയുടെ ഫ്രണ്ട്സുകൾ പറയണ, മതി പാർവതി ഇനി പറഞ്ഞത്, വാ നമുക്ക് റൂമിലേക്ക് പോവാം, ഇവളെ ഒന്നും നന്നാക്കിയാലൊന്നും ഇവൾ നേരാവാൻ പോകുന്നില്ല എന്നും പറഞ്ഞ് അവരകത്തേക്ക് പോവാട്ടോ. ഈ സമയം മുക്തയുടെ ഫ്രണ്ട്സുകൾ പറയണ, ഇവളെ വെറുതെ വിടരുത്, ഇവൾക്കിട്ട് നല്ലൊരു പണി കൊടുക്കണം മുക്ത എന്ന് പറയട്ടോ. അങ്ങനെ ദേഷ്യത്തിൽ മുക്ത അങ്ങനെ ആലോചിക്കുകയാണ്, പാർവതിക്കിട്ട് എന്തെങ്കിലും ഒരു പണി കൊടുത്തേ മതിയാവൂ എന്നുള്ളത്. അങ്ങനെ പിറ്റേ ദിവസം കമ്പനിയിലെത്തിയ ശേഷം മുക്ത ഇരുന്ന് ആലോചിക്കുകയാണ് എങ്ങനെ പാർവതിക്കിട്ട് ഒരു പണി കൊടുക്കും എന്നുള്ളതിനെ കുറിച്ച്. അങ്ങനെ മുക്ത കരുണാകരനെ വിളിക്കാൻ കേട്ടോ. എന്നിട്ട് കരുണാകരനോട് പറയണേ, ഇനി ഒരു നിമിഷം പോലും ആ പാർവതി ഇവിടെ ജോലി ചെയ്യാൻ പാടില്ല. ഞാൻ അന്ന് തന്നെ കരുണാകരൻ സാറിനോട് പറഞ്ഞതല്ലേ അവളെ ഇവിടെ നിർത്തരുത് എന്ന്. പക്ഷേ നിങ്ങളത് കേട്ടില്ല. നിങ്ങൾക്ക് അവളോടുള്ള പക കാരണം അവളെ ഇവിടെ തന്നെ നിർത്തി. പക്ഷേ ഇപ്പോൾ എന്തുണ്ടായി? ഞാനാണ് അവൾ കാരണം എല്ലായിടത്തും നാണം കെടുന്നതും അപമാനിക്കപ്പെടുന്നതും. ഹോസ്റ്റലിലും ഇവിടെയും ഒക്കെ അവൾ കാരണം എനിക്ക് വല്ലാത്തൊരു തലവേദനയാണെന്ന് പറയുമ്പോൾ എന്താണ് ഉണ്ടായത് എന്ന് കരുണാകരൻ ചോദിക്കുമ്പോൾ മുക്ത കാര്യങ്ങളൊക്കെ പറയട്ടോ. അതുകൊണ്ട് ഇനി ഒരു നിമിഷം പോലും അവൾ ഇവിടെ ഈ ജോലിയിൽ തുടരാൻ പാടില്ല. ഇപ്പം തന്നെ അവളെ പറഞ്ഞു വിടണം എന്ന് പറയുമ്പോൾ കരുണാകരൻ പറയണേ, നടക്കില്ല മാഡം എന്ന് പറയുമ്പോൾ, എന്ത് ഇനി ആരോടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് നീ ഓർത്തോ എന്ന് ചോദിക്കുമ്പോൾ, അങ്ങനെയല്ല മാഡം, ഇനിയിപ്പോൾ പാർവതിയെ ഇവിടെ നിന്ന് പറഞ്ഞയക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പാർവതിയെ ഇവിടെ നിന്ന് പറഞ്ഞയച്ചാൽ പണിക്കർ സാറും കൈല സാറും അതിനെക്കുറിച്ച് ചോദിക്കും. അതുകൊണ്ട് ഇനിയിപ്പോൾ പാർവതിയെ ഇവിടെ നിന്ന് പറഞ്ഞു വിടൽ അത്ര എളുപ്പമല്ല എന്ന് പറയുമ്പോൾ മുക്ത പറയണേ, ഇതുകൊണ്ടൊക്കെ തന്നെയല്ലേ ഞാൻ അന്ന് തന്നെ പറഞ്ഞത് അവളെ ഈ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടാൻ. പക്ഷേ അന്ന് കരുണാകരൻ സാറിന് അവളോടുള്ള പക കാരണം ഇവിടെ പിടിച്ചു നിർത്തി. ഇപ്പോൾ എന്തുണ്ടായി എന്ന് ചോദിക്കുമ്പോൾ, അതിനും ഒരു വഴിയുണ്ട് മാഡം, അവളെ തന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാൻ ഒരു വഴിയുണ്ട്. അവളായിട്ട് തന്നെ ഇവിടെ നിന്നും പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു തലവേദനയും ഇല്ലല്ലോ, അതെങ്ങനെ സാധിക്കും എന്ന് ചോദിക്കുമ്പോൾ, അതിനുള്ള വഴിയൊക്കെ എനിക്കറിയാം. അവളെ ഞാൻ അത്രമാത്രം അധികം ടോർച്ചർ ചെയ്യുന്നുണ്ട്. ഇനിയും അവൾക്കുള്ളൊരു പണി ഞാൻ കരുതി വെച്ചിട്ടുണ്ട്. ആ പണി കൂടി ചെയ്താൽ അവൾ പിന്നെ സ്വയം ഈ കമ്പനിയിൽ നിന്നല്ല ഈ നാട്ടിൽ നിന്ന് തന്നെ അവൾ ഓടി രക്ഷപ്പെടും എന്ന് പറയട്ടോ. അങ്ങനെ മുക്ത പറയണേ, എങ്കിൽ കരുണാകരൻ സാർ അതിനുള്ള വഴി എത്രയും പെട്ടെന്ന് നോക്ക്, അല്ലാതെ അവളെ ഇനി ഇവിടെ നിർത്താൻ പാടില്ല. അവളെ കാണും തോറും എനിക്ക് നല്ല ദേഷ്യമാണ് വരുന്നത് എന്ന് പറയട്ടോ. അങ്ങനെ കരുണാകരൻ പാർവതിക്ക് ഒരു പണി കൊടുക്കാൻ വേണ്ടി പോവാണ്. സമയം പ്രിയൻ ഓഫീസിലേക്ക് എത്തുകയാണ് കേട്ടോ. എന്നിട്ട് ബൈക്കൊക്കെ അവിടെ നിർത്തിയ ശേഷം ഓഫീസിനകത്തേക്ക് കയറുകയാണ്. അപ്പോഴാണ് അവിടേക്ക് പാർവതിയും സൈക്കിളുമായിട്ട് വരുന്നത്. അങ്ങനെ പാർവതി പ്രിയൻ്റെ ബൈക്കിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ട് സൈക്കിൾ നിർത്തിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അത് പ്രിയൻ്റെ ബൈക്കാണെന്നൊന്നും പാർവതിക്ക് അറിയില്ല. അങ്ങനെ ധൃതിയിൽ പാർവതി സൈക്കിൾ അവിടെ നിർത്തിയിട്ട് പോകുന്ന സമയത്ത് പാർവതിയുടെ സൈക്കിളും പ്രിയൻ്റെ ബൈക്കിൻ്റെ ഫ്രണ്ട് ഭാഗവും തമ്മിൽ മുട്ടിയിരിക്കാവും കേട്ടോ. അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കാതെയാണ് പാർവതി നേരം വൈകിയിട്ടുണ്ടാവും. ഇനിയിപ്പോൾ കരുണാകരൻ സാറിൻ്റെ അടുത്തു നിന്നും ഒരുപാട് വഴക്ക് കേൾക്കേണ്ടി വരും എന്നുള്ള വെപ്രാളത്തിലാണ് കേട്ടോ ഓടിപ്പോകുന്നത്. അങ്ങനെ ലിഫ്റ്റിലേക്ക് കയറുന്ന സമയത്ത് ലിഫ്റ്റ് അങ്ങ് അടച്ച ശേഷം മുകളിലേക്ക് പോകുന്ന സമയത്താണ് പെട്ടെന്ന് തൊട്ടടുത്ത് നിൽക്കുന്ന ആളെ കാണുമ്പോൾ പാർവതി അങ്ങ് ഞെട്ടിപ്പോവാട്ടോ. അപ്പോൾ അത് പ്രിയനായിരിക്കും. പ്രിയനെ കണ്ടപ്പോൾ പാർവതി അങ്ങ് ഞെട്ടലോട് കൂടിയിട്ട് നിന്നിട്ട് മനസ്സിൽ കരുതാണ്, ഇവൻ്റെ കൂടെ ലിഫ്റ്റിൽ പോകുന്നതിനും ഭേദം പടി കയറിപ്പോയി ആ കരുണാകരൻ സാറിൻ്റെ വഴക്ക് കേൾക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് മനസ്സിൽ കരുതിയിട്ടില്ലേ എല്ലാ ബട്ടണുകളും അങ്ങ് അമർത്തുക കേട്ടോ. അപ്പോൾ പ്രിയൻ പറയുന്നുണ്ട്, പാർവതി അങ്ങനെ അമർത്തല്ലേ, ലിഫ്റ്റ് സ്റ്റെക്കായി പോകുമെന്ന് പറയുമ്പോൾ പാർവതി അതൊന്നും കേൾക്കാൻ കൂട്ടാക്കാതെ അമർത്തിക്കൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ ലിഫ്റ്റ് അങ്ങ് സ്റ്റെക്ക് ആവട്ടോ. അങ്ങനെ സ്റ്റെക്കാകുന്ന സമയത്ത് പെട്ടെന്ന് ലിഫ്റ്റ് അങ്ങ് കുലുങ്ങിപ്പോകുന്ന സമയത്ത് പാർവതി നേരെ പ്രിയൻ്റെ നെഞ്ചിലേക്ക് അങ്ങ് ചാഞ്ഞു പോവാണ് കേട്ടോ. നെഞ്ചിലേക്ക് അങ്ങ് മുഖമടിച്ച് അങ്ങ് വീഴാൻ പോവാണ്. അപ്പോൾ
പ്രിയൻ്റെ നെഞ്ചിലങ്ങ് അമരുകയാണ് പാർവതിയുടെ മുഖമടക്കം. അപ്പോൾ ഒരു നിമിഷത്തേക്ക് പ്രിയൻ തന്നെ അങ്ങ് അതിശയിച്ചു പോവാട്ടോ. അപ്പോൾ പാർവതിയും ഒരു നിമിഷത്തേക്ക് ഒന്ന് സ്റ്റക്കായി പോവാണ്. അങ്ങനെ പാർവതി പെട്ടെന്ന് തന്നെ അങ്ങ് മാറുകയാണ്, പ്രിയൻ്റെ നെഞ്ചിൽ നിന്നും അങ്ങ് മാറുകയാണ്. എന്നിട്ട് നിങ്ങൾ കാരണമാണ് ഇപ്പോൾ ലിഫ്റ്റ് സ്റ്റക്കായത് എന്ന് പറയുമ്പോൾ, ഞാൻ കാരണമോ? ഞാനല്ലേ നിന്നോട് പറഞ്ഞത് ലിഫ്റ്റിലെ ബട്ടൺ ഒന്ന് ഇങ്ങനെ അമർത്തല്ലേ എന്ന്, ലിഫ്റ്റ് സ്റ്റക്കാവുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞപ്പോൾ നീ അത് കേട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ, നിങ്ങൾ അങ്ങനെ പറഞ്ഞത് കൊണ്ടാണ്, നിങ്ങളുടെ നാവ് കരുനാവാണ്, അതുകൊണ്ടാണ് ഈ ലിഫ്റ്റ് സ്റ്റക്കായത്. പാർവതി പ്രിയൻ്റെ നെഞ്ചിലേക്ക് വീഴുന്ന സമയത്ത് പാർവതിയുടെ സൈക്കിളും പ്രിയൻ്റെ ബൈക്കിലേക്ക് അങ്ങ് ചാഞ്ഞു വീഴുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പാർവതി പ്രിയൻ്റെ ഭാഗത്താണ് തെറ്റ് എന്നുള്ള ഭാവത്തിൽ അങ്ങ് അറിഞ്ഞുകൊണ്ട് തന്നെ സംസാരിക്കാൻ കേട്ടോ. അപ്പോൾ പ്രിയൻ പറയണേ, എങ്ങനെ എൻ്റെ ഭാഗത്താണ് തെറ്റിയെന്നോ? നീയല്ലേ ഇത് ഇങ്ങനെ സ്റ്റക്കാക്കിയത്, എന്നിട്ടിപ്പോൾ എൻ്റെ ഭാഗത്ത് തെറ്റായിട്ടാണല്ലോ നീ സംസാരിക്കുന്നത്. അതെ, നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ ഞാൻ ഈ ജോലിക്ക് വരുന്ന ഈ സമയത്ത് തന്നെ നിങ്ങളും വന്നത് എന്ന് ചോദിക്കുമ്പോൾ, എങ്ങനെ ഞാനാണ് ഇവിടേക്ക് ആദ്യം വന്നത്. എല്ലാവരും ഈ ഗാർമെൻറ്റ്സിലേക്ക് 9 മണി എന്നുള്ള ടൈം ഉള്ളപ്പോൾ എത്തിയിരിക്കും. അപ്പോൾ ആദ്യം വന്നത് ഞാനാണ് എന്നതിൻ്റെ ശേഷമല്ലേ നീ എൻ്റെ പുറകെ വന്നത്. ഞാൻ കണ്ടിട്ടില്ലല്ലോ നീ വന്ന് കയറുന്നത് എന്ന് പ്രിയം പറയുമ്പോൾ, ഞാനും കണ്ടിട്ടില്ലല്ലോ നിങ്ങൾ എവിടെയുള്ളത്. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ്, എങ്ങനെയാണ് പുറത്ത് കിടക്കുക എന്ന് ചോദിക്കുമ്പോൾ, ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ല, ഓപ്പറേറ്റർ വന്ന് ഇത് തുറക്കണം, എന്നാലാണ് പുറത്ത് കിടക്കാൻ പറ്റുള്ളൂ എന്നങ്ങ് പറഞ്ഞതോടുകൂടി പാർവതി അമ്മേ എന്നങ്ങ് പറഞ്ഞ് വിളിക്കാട്ടോ. നീ എന്താ കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ അലറുന്നത്, മിണ്ടാതിരിക്കുക, ആരെങ്കിലും വിളിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ എന്നും പറഞ്ഞ് പ്രിയൻ ഫോൺ എടുത്ത് വിളിക്കണം. എന്നിട്ട് പ്രിയൻ മോഹനോട് കാര്യം പറയാൻ, ഞങ്ങളിങ്ങനെ ലിഫ്റ്റിൽ കുടുങ്ങിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ, നീ എത്രയും പെട്ടെന്ന് ലിഫ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമെന്ന് പറയട്ടോ. അപ്പോൾ ഓപ്പറേറ്റർ ഇതുവരെയും എത്തിയിട്ടില്ല, 9:30-10 മണിയൊക്കെ ആവും, അതുവരെ നീ അവിടെ തന്നെ ഇരുന്നേ മതിയാവൂ എന്ന് പറയുമ്പോൾ, എൻ്റെ കൂടെ ആ ജയിലിലേക്ക് അയച്ചില്ലേ ആ പാർവതി, അവൾ കൂടിയുണ്ട് എന്ന് പറയുമ്പോൾ, അവളെ ഒന്ന് സൂക്ഷിച്ചോ, അല്ലെങ്കിൽ ഇനി അടുത്ത പോലീസ് കേസ് ആക്കും അവൾ എന്ന് പറയട്ടോ. അപ്പോൾ പാർവതി പ്രിയനെ ഒന്ന് മുഖത്തേക്ക് നോക്കുകയാണ്. എന്നിട്ട് മോഹൻ പറയണേ, ഞാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ എന്ന് നോക്കട്ടെ, നീ ഇപ്പോൾ തൽക്കാലം അവിടെ ഇരിക്കുക എന്ന് പറയണം. അപ്പോൾ പ്രിയൻ പറയാൻ, നീ പോയിട്ട് മെയിൻ സ്വിച്ച് ഓഫാക്ക്, എന്നിട്ട് ഞാൻ പറഞ്ഞതുപോലെ ചെയ്താൽ മതി എന്ന് പറയട്ടോ. അങ്ങനെ മോഹനൻ മെയിൻ സ്വിച്ച് ഓഫാക്കാൻ വേണ്ടി പോവാണ്. ഈ സമയം കരുണാകരൻ്റെ അടുത്തേക്ക് രഘു ചെന്നിട്ട് പറയാണ്, സാർ ഈ ഫയലിലൊന്ന് ഒപ്പിടണം, ബാക്കി എല്ലാ കാര്യങ്ങളും ശരിയായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ കരുണാകരൻ രഘു പറയുന്നതൊന്നും കേൾക്കുന്നില്ല കേട്ടോ. അപ്പോൾ രഘു മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇയാൾക്ക് ഇതെന്തു പറ്റി, ഞാനെന്ത് പറഞ്ഞിട്ടും ഇയാൾ കേൾക്കുന്നില്ലല്ലോ, ഇയാൾ എന്തോ ഒരു പ്രശ്നത്തിലാണല്ലോ എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുകയാണ്. എന്നിട്ട് സാർ എന്ന് പറഞ്ഞ് ഉച്ചത്തിൽ വിളിക്കുക കേട്ടോ. അപ്പോൾ കരുണാകരൻ ഞെട്ടിപ്പോവാണ്. എന്താടോ എന്ന് ചോദിക്കുമ്പോൾ, സാർ ഈ ഫയലിലൊന്ന് ഒപ്പിടണം, ഇത് അർജൻറ്റാണെന്ന് പറയുമ്പോൾ, അതൊക്കെ പിന്നെ ചെയ്യും, ഞാൻ അതിലും വലിയൊരു തലവേദനയിലാണ്. എന്ത് പറ്റി സാർ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആ പ്രശ്നമുണ്ടെങ്കിൽ നീ അങ്ങ് തീർത്തു തരുമോ? ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന സഹായം ഞാൻ സാറിന് ചെയ്തു തരാം, എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ കാര്യങ്ങളൊക്കെ പറയട്ടോ. മുക്ത പറഞ്ഞ കാര്യങ്ങൾ, ആ പാർവതിയെ ഇവിടെ നിന്നും എത്രയും പെട്ടെന്ന് പറഞ്ഞയക്കാനാണ് ആ മുക്ത പറയുന്നത്. അവളെ കൊണ്ട് വല്ലാത്തൊരു ശല്യമായി. അപ്പോൾ പാർവതിയെ ഇവിടെ നിന്ന് വിടാമെന്നാണ് കരുതുന്നത്. പാർവതിയെ ഞാനൊരു പാഠം പഠിപ്പിക്കണമെന്നാണ് കരുതിയത്, പക്ഷേ മുക്ത അതിന് സമ്മതിക്കുന്നില്ല. ഇനിയിപ്പോൾ എങ്ങനെയെങ്കിലും അവളെ ഇവിടെ നിന്നും പറഞ്ഞു വിടണം, അതിനുള്ള വഴിയാണ് ഇപ്പോൾ ഞാൻ നോക്കുന്നത് എന്നിങ്ങനെ പറയട്ടോ. അപ്പോൾ ഇത് കേട്ടും കൊണ്ടാണ് ജയന്തി വരുന്നത്. അങ്ങനെ ജയന്തി അവിടെ മറഞ്ഞു നിൽക്കുക കേട്ടോ. ഇവരെന്തോ ഒന്ന് സംസാരിക്കുന്നുണ്ടല്ലോ, അത് പാർവതിക്കിട്ട് എന്തോ ഒരു പണിയാണ്, എന്താണെന്നുള്ളത് കേൾക്കാം എന്നും മനസ്സിൽ കരുതിയിട്ട് ജയന്തി അവിടെ ഒളിച്ചു നിൽക്കുകയാണ്. എന്നിട്ട് കരുണാകരനും രഘുവും സംസാരിക്കുന്നതൊക്കെ കേൾക്കണം. എന്നിട്ട് ജയന്തി മനസ്സിൽ ചിന്തിക്കുകയാണ്, പാർവതിക്കിട്ട് എന്തോ ഒരു പണി ഇവർ കൊടുക്കാൻ പോവുകയാണ്, അപ്പോൾ അതെന്തായാലും പാർവതിയോട് പറയണം എന്നും മനസ്സിൽ കരുതിയിട്ട് ജയന്തി പാർവതിയുടെ അടുത്തേക്ക് ചെല്ലാട്ടോ. ഈ സമയം പ്രിയനും പാർവതിയും ലിഫ്റ്റിനകത്ത് തന്നെ കുടുങ്ങിക്കിടക്കുകയാണ്. അങ്ങനെ പാർവതി പ്രിയനെ കുറിച്ച് മനസ്സിലിങ്ങനെ ചിന്തിക്കാൻ കേട്ടോ. അങ്ങനെ പ്രിയൻ പറയാണ്, ഇനിയും ഈ ലിഫ്റ്റ് തുറക്കാൻ വേണ്ടി 1/2 മണിക്കൂറോളം എടുക്കും. ഇപ്പോൾ ഞാനും നീയും ഇവിടെ തനിച്ചാണ്, ഇവിടെ എന്ത് ചെയ്താലും ഒന്നും ആരും അറിയാൻ പോകുന്നില്ല. ഇവിടെയാണെങ്കിൽ ഒരു ക്യാമറ പോലും ഇല്ല, അതുകൊണ്ട് നീ എന്നെക്കുറിച്ച് എന്താണ് പറഞ്ഞത്, ഞാൻ ഒരു സ്ത്രീലമ്പടനാണെന്നല്ലേ? എന്നാൽ പിന്നെ അതങ്ങ് ഞാൻ കാണിച്ചു തരാം ഞാൻ ആരാണെന്നുള്ളത്. നീ എന്താണ് എന്നെ ചെയ്യാൻ പോകുന്നത്? പാർവതിയോട് വെറുതെ കളിക്കാൻ നിൽക്കണ്ട, ഈ പാർവതിയുടെ തനി സ്വഭാവം നിനക്കറിയില്ല, ഞാൻ നാട്ടുംപുറത്തുകാരിയാണ്, എന്നോട് വെറുതെ കളിക്കാൻ നിൽക്കണ്ട എന്ന് പറയുമ്പോൾ, ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് നീ കണ്ടോ, ഞാൻ പറയാനല്ല പോകുന്നത് എന്നും പറഞ്ഞ് പ്രിയൻ പാർവതിയെ ഉമ്മ വയ്ക്കാൻ കേട്ടോ. അതോടുകൂടി പെട്ടെന്ന് പാർവതി അങ്ങ് ഞെട്ടിപ്പോവാണ്. എന്നിട്ട് പാർവതിയുടെ കയ്യിലുള്ള ആ ബാഗൊക്കെ താഴേക്ക് അങ്ങ് വീഴാട്ടോ. അപ്പോൾ പ്രിയനാണെങ്കിൽ അവിടെ ഇരിക്കുകയായിരിക്കാം. അപ്പോൾ പ്രിയൻ തന്നെ അങ്ങ് ഞെട്ടിപ്പോവാണ്. എന്തിനാണ് എന്നെ കൂടി പേടിപ്പെടുത്തുന്നത്, എന്താണ് പാർവതി എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് പാർവതി അങ്ങ് പതറിപ്പോവാൻ കേട്ടോ. ഞാൻ പ്രിയനെക്കുറിച്ച് ചിന്തിച്ചു കൂട്ടിയതാണല്ലോ എന്നുള്ള ഭാവത്തിൽ. അപ്പോൾ പ്രിയൻ ചോദിക്കുകയാണ്, എന്താണ് പാർവതി, നീ എന്നെക്കുറിച്ച് എന്തോ മോശമായി ചിന്തിച്ചതാണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെയൊന്നുമില്ല എന്ന് പറയുമ്പോൾ, എനിക്കറിയാം, ഞാൻ നിന്നെ ഉമ്മ വയ്ക്കാൻ വേണ്ടി വന്നതും ഞാൻ എന്നെ ബലം പിടിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നൊക്കെയല്ലേ നീ ചിന്തിച്ചു കൂട്ടിയത്. പക്ഷേ അതൊക്കെ നിൻ്റെ മനസ്സിൽ ഒരു തെറ്റായ ധാരണയാണ്. നിനക്ക് എന്നെക്കുറിച്ച് നിൻ്റെ മനസ്സിൽ എന്തോ ഒരു തെറ്റായ ധാരണയുണ്ട്, അതുകൊണ്ടാണ് നീ എന്നെക്കുറിച്ച് ഇങ്ങനെയൊക്കെ ചിന്തിച്ചു കൂട്ടുന്നത്. ആ ധാരണ നിൻ്റെ മനസ്സിൽ നിന്ന് മാറ്റിയാൽ തന്നെ എന്നെക്കുറിച്ച് നിനക്ക് പൂർണ്ണമായും മനസ്സിലാവും പാർവതി. അപ്പോൾ
പാർവതി പറയണേ, നീ അങ്ങനെ കൂടുതലൊന്നും അഭിനയിച്ച് സംസാരിക്കൊന്നും വേണ്ട. എനിക്ക് നിന്നെക്കുറിച്ച് നല്ല ധാരണയുണ്ട്. എൻ്റെ മനസ്സിലുള്ള ധാരണ തിരുത്താനൊന്നും ശ്രമിക്കേണ്ട എന്ന് പറയട്ടോ. അപ്പോൾ പാർവതി ആ പറച്ചിലൊക്കെ കേൾക്കുമ്പോൾ പ്രിയന് വല്ലാത്ത വിഷമം വരികയാണ്. ഇനിയും എന്നെ മനസ്സിലാകുന്നില്ലല്ലോ എന്നുള്ള ഭാവത്തിലിട്ടോ. അങ്ങനെ പ്രിയൻ പറയണ, ഹോസ്റ്റലിൽ വന്ന് എൻ്റെ അമ്മ നിന്നെ അടിച്ചു, നിന്നെ ഒരുപാട് എന്തൊക്കെയോ പറഞ്ഞു എന്നൊക്കെ കേട്ടു. പക്ഷെ അതിലൊക്കെ എനിക്ക് നല്ല വിഷമമുണ്ട്. ഞാൻ എൻ്റെ അമ്മയ്ക്ക് വേണ്ടി പാർവതിയോട് സോറി പറയുന്നു എന്ന് പറയട്ടോ. പിന്നെ എൻ്റെ അമ്മ അങ്ങനെ വന്ന് പെരുമാറിയത് എന്നോടുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ടാണ്. അതുകൊണ്ട് ഒന്നും മനസ്സിൽ വെച്ചേക്കരുത് എന്ന് പറഞ്ഞ് സോറി പറയുമ്പോൾ പാർവതി പറയണേ, വല്ലാതെ അഭിനയിച്ച് സംസാരിക്കൊന്നും വേണ്ട. നിങ്ങൾ ആരാണെന്നും നിങ്ങൾ എന്താണ് മനസ്സിൽ എന്നൊക്കെ എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. നിങ്ങൾ കുറച്ച് നേരം ഒന്ന് മിണ്ടാതിരുന്നാൽ മതി എന്ന് പറയട്ടോ. അങ്ങനെ പ്രിയം പറയണ, ഇന്ന് ഞാൻ ഇനി മിണ്ടുന്നില്ല. നിൻ്റെ മനസ്സിലുള്ള ധാരണ നീ മാറ്റുകയും വേണ്ട എന്ന് പറയട്ടോ. അപ്പോഴത്തേക്കും മോഹനൻ ചെന്ന് മെയിൻ സ്വിച്ചിൻ്റെ അവിടെ ചെന്ന് ഓഫാക്കിയിട്ട് ഓൺ ആക്കുക കേട്ടോ. അങ്ങനെ പെട്ടെന്ന് തന്നെ ലിഫ്റ്റ് ഓപ്പൺ ആവുകയാണ്. ലിഫ്റ്റ് ഓൺ ആവുന്ന സമയത്ത് വീണ്ടും ലിഫ്റ്റ് ഒന്ന് കുലുങ്ങുന്ന സമയത്ത് പ്രിയൻ്റെ നെഞ്ചിലേക്ക് പാർവതി വീണ്ടും അങ്ങ് മുഖമടച്ച് അങ്ങ് ചായുകയാണ് കേട്ടോ. അപ്പോൾ പ്രിയൻ പെട്ടെന്ന് അങ്ങ് പുഞ്ചിരിക്കുകയാണ്. പ്രിയൻ മനസ്സിൽ ചിന്തിക്കുകയാണ്, കണ്ടില്ലേ ദൈവം എന്നെ നിന്നിലേക്ക് അടുപ്പിക്കുന്നത് കണ്ട്, നീ അറിയാതെ എന്നിലേക്ക് നിന്നെ അടുപ്പിക്കുന്നത് കണ്ടില്ലേ? ഇന്നല്ലെങ്കിൽ നാളെ നീ എന്നെ മനസ്സിലാക്കും, എൻ്റെ അടുത്തേക്ക് നീ വരും, നീ എന്നെ മനസ്സിലാക്കി എന്നെ സ്നേഹിക്കും എന്നൊക്കെയാണ് കേട്ടോ പ്രിയൻ ആ സമയം മനസ്സിൽ ചിന്തിക്കുന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ പാർവതി പ്രിയൻ്റെ നെഞ്ചിനകത്ത് നിന്നും അങ്ങ് മാറി നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് പാർവതി പരുങ്ങലോട് കൂടി നിൽക്കുകയാണ്. എന്നിട്ട് പ്രിയൻ പറയണേ, പാർവതി നീ എന്നെക്കുറിച്ച് എന്തൊക്കെയോ മനസ്സിൽ തെറ്റായ ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഇന്നല്ലെങ്കിൽ നാളെ നിനക്ക് മനസ്സിലാവും. അതുവരെ ഞാൻ നിന്നോട് ഇനി ഒന്നും പറയാൻ വരുന്നില്ല എന്നും പറഞ്ഞ് പ്രിയൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോവാട്ടോ. അങ്ങനെ പാർവതി മനസ്സിലിങ്ങനെ ചിന്തിക്കുകയാണ്, ഇനി ഞാൻ ഈ ലിഫ്റ്റിൽ കയറില്ല, ഇനി ഞാൻ സ്റ്റെപ്പ് കയറിയിട്ടാണ് പോവുള്ളൂ എന്ന് മനസ്സിൽ ചിന്തിച്ച് നിൽക്കുന്ന സമയത്താണ് അവിടേക്ക് ജയന്തി വരുന്നത്. എന്നിട്ട് ജയന്തി പാർവതിയുടെ കൈ പിടിച്ച് നീ ഇവിടേക്ക് വന്നേ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തി സംസാരിക്കുമ്പോൾ പാർവതിക്ക് അത് ഒരുപാട് സന്തോഷമാവാൻ കേട്ടോ. അപ്പോൾ പാർവതി, ചേച്ചിക്ക് എന്നോടുള്ള ദേഷ്യവും പിണക്കമൊക്കെ മാറിയോ എന്ന് ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാനല്ല ഇപ്പോൾ ഞാൻ ഇവിടേക്ക് വന്നത്. ഞാൻ നിന്നോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ്. ആ കരുണാകരനും രഘുവും കൂടി സംസാരിക്കുന്നത് ഞാൻ കേട്ടതാണ്. കരുണാകരൻ നിന്നെ എന്തോ ഒരു ചതിയിൽപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. നീ കരുണാകരനോട് മാപ്പ് പറയാതെ അയാൾ ഒരിക്കലും നിന്നോട് ക്ഷമിക്കില്ല. അതുകൊണ്ട് എന്തോ ഒന്ന് അവർ മനസ്സിൽ കരുതിയിട്ടുണ്ട്, നീ ഒന്ന് സൂക്ഷിച്ചോ എന്ന് പറയുമ്പോൾ ഞാൻ അതിന് അയാളോട് എന്ത് തെറ്റാണ് ചെയ്തത്? നീ ചെയ്ത തെറ്റെന്താണെന്ന് എനിക്കറിയില്ലേ? നീ അയാളെന്നെ അടിച്ചു, അത് തന്നെയാണ് നീ ചെയ്ത തെറ്റ്. റോട്ടിൽ അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവും, അതിലൊക്കെ നീ എന്തിനാ വെറുതെ തലയിടാൻ പോയത്? ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് കരുണാകരൻ എന്തോ ഒന്ന് മനസ്സിൽ കരുതിയിട്ടുണ്ട്, നീ ഒന്ന് സൂക്ഷിച്ചോ. നിന്നെ എന്തോ ഒരു ചതിയിൽപ്പെടുത്താനാണ് അവരുടെ പ്ലാൻ എന്ന് പറയട്ടോ. അപ്പോൾ അത് പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് പാർവതി എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് കരുണാകരൻ അവരേക്ക് വരുന്നത്. അപ്പോൾ പാർവതിയും ജയന്തിയും അങ്ങ് ഞെട്ടിപ്പോവാട്ടോ. അപ്പോൾ പ്രിയനും അത് കേൾക്കുന്നുണ്ട്. അപ്പോൾ പ്രിയ മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇയാളെന്തിനാണ് ഇപ്പോൾ പാർവതിയെ വിളിക്കുന്നത്? അങ്ങനെ പാർവതി കരുണാകരൻ്റെ അടുത്തേക്ക് വരും കേട്ടോ. എന്നിട്ട് കരുണാകരൻ പറയണേ, ആ രഘുവിൻ്റെ കയ്യിൽ അപ്പോൾ 2-3 ബോക്സ് കൂടി ഉണ്ടാവും. എന്നിട്ട് കരുണാകരൻ പറയണേ, എന്താടി നീ കാണിച്ചു വെച്ചിരിക്കുന്നത്? ഞാൻ എന്നോടൊരു ജോലി പറഞ്ഞതല്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഞാനിപ്പോൾ വന്നതേ ഉള്ളൂ സാർ, എന്നോട് എന്ത് ജോലിയാണ് പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ, നിന്നോടല്ലേ ഞാൻ പറഞ്ഞത് ഈ ബോക്സിൽ അടുക്കി അടുക്കി ഡ്രസ്സുകളൊക്കെ വെക്കണം, 25 പീസ് ഡ്രസ്സ് വെക്കണം എന്നുള്ളത്. എന്നിട്ട് നീ എന്താണ് ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ അതിൽ 25 പീസ് വെച്ചിട്ടുണ്ടല്ലോ, എന്നിട്ടാണല്ലോ സാർ ഞാൻ അവിടെ നിന്നും പോയത് എന്ന് പറയുമ്പോൾ, ഇതിൽ 25 പീസോ? ഇതിലാകെ 22 പീസേ ഉള്ളൂ. ഞാനത് എണ്ണി നോക്കിയതാണ്, എനിക്കിത് എണ്ണാൻ തോന്നിയില്ല. ഞാനത് നേരെ കയറ്റി വിടുകയാണെങ്കിൽ എന്താവും ഇപ്പോൾ ഈ കമ്പനിയുടെ സ്ഥിതി എന്ന് പറയുമ്പോൾ പ്രിയം പറയണ, അല്ല സാർ, അതിൽ 25 പീസ് ഉണ്ടായിരുന്നു, ഞാൻ എണ്ണിയ ശേഷമാണ് അത് സീൽ ചെയ്തത് എന്ന് പറയട്ടോ. എങ്കിൽ നീ തന്നെ ഒന്നങ്ങ് എണ്ണി നോക്ക് എന്ന് പറഞ്ഞ് പ്രിയനെ കൊണ്ട് കരുണാകരൻ എണ്ണിപ്പിച്ച് നോക്കുകയാണ്. അപ്പോൾ അതിൽ 22 പീസാണ് കേട്ടോ ഉള്ളൂ. അപ്പോൾ പ്രിയം പറയണ, ഇതിലിപ്പോൾ 22 പീസുള്ളൂ, പിന്നെ എന്താടാ ഞാൻ പറഞ്ഞത്? നീ എന്താ ഇവിടുത്തെ മുതലാളിയാണെന്നാണോ നിൻ്റെ വിചാരം? നിന്നെ ഇപ്പോൾ കൈലാസ് സാർ കുറച്ച് പൊക്കി വെച്ചിട്ടുണ്ട് എന്ന് കരുതിയിട്ട് നീ എന്നേക്കാളും വലിയവനാവാനൊന്നും നീ നോക്കണ്ട എന്ന് പറഞ്ഞ് പ്രിയനെ ഒരുപാട് അങ്ങ് മോശമായിട്ട് സംസാരിക്കാൻ കേട്ടോ എല്ലാ സ്റ്റാഫുകളുടെയും മുന്നിൽ വെച്ച്. എന്നിട്ട് പറയണേ, നീ ഇവൾക്ക് വേണ്ടി വക്കാലത്ത് പറയാതെ അങ്ങ് മാറി നിൽക്കടാ എന്ന് പറഞ്ഞ് പ്രിയനെ അങ്ങ് മാറ്റി നിർത്തുകയാണ്. എന്നിട്ട് കരുണാകരൻ പറയണേ, നിനക്കെന്താടി ജോലി ചെയ്യാനല്ലേ നിനക്ക് മിടുക്കുള്ളത്? നിനക്കെന്താ ഈ കമ്പനിയിലെ എല്ലാ ആണുങ്ങളെയും വശീകരിച്ച് പിടിക്കാനാവുമല്ലേ നിനക്ക് സമയമുള്ളത്? നിനക്ക് ജോലി ശ്രദ്ധിക്കാനൊന്നും നിനക്ക് നേരമില്ല, അതുകൊണ്ടല്ലേ നീ ഇങ്ങനെയൊക്കെ കാണിച്ചു വെച്ചത് എന്നങ്ങ് ചോദിക്കുമ്പോൾ പാർവതി പറയണേ, സൂക്ഷിച്ച് സംസാരിക്കണം, ഞാൻ അത്തരക്കാരിയല്ല എന്ന് പറയുമ്പോൾ, എന്താടി നീ വിരൽ ചൂണ്ടി സംസാരിക്കുന്നത്? നിന്റെ വിരലങ്ങ് ഒടിച്ചു കളയും ഞാൻ. ചെയ്യാനുള്ളതൊക്കെ ചെയ്തു വെച്ചിട്ട് ഇപ്പോൾ അവൾ ഒരു നല്ലവളായിട്ട് സംസാരിക്കുന്നു. നിനക്ക് ജോലി ചെയ്യാൻ വയ്യെങ്കിൽ ഇറങ്ങിപ്പോടി ഈ കമ്പനിയിൽ നിന്നും. എൻ്റെ വാക്കും വിശ്വസിച്ച് ഇതെല്ലാം ഞങ്ങൾ കയറ്റുമതി ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ റിട്ടേൺ വന്നാൽ അതുണ്ടാ ഈ കമ്പനിക്ക് ഉണ്ടാകുന്ന നഷ്ടത്തെക്കുറിച്ചൊക്കെ ആര് സമാധാനം പറയും? നീ സമാധാനം പറയുമോടി? അതല്ല, നിന്റെ അച്ഛൻ വന്ന് സമാധാനം പറയൂ? ഈ ചെയ്ത ഈ തെറ്റിന് നിനക്കുള്ള ശിക്ഷ, എല്ലാ മാസവും നീ ശമ്പളം വാങ്ങുന്നതല്ലേ, ഈ മാസത്തെ ശമ്പളം അങ്ങ് കട്ട് ചെയ്യുകയാണ്, ഇതാണ് നിനക്കുള്ള ശിക്ഷ എന്ന് പറയുമ്പോൾ പാർവതി കരഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അത് കേൾക്കുന്ന പ്രിയ
പ്രിയനൊന്നും ഒട്ടും സഹിക്കുന്നില്ല. പ്രിയനും മറ്റുള്ള സ്റ്റാഫുകൾക്കൊന്നും പാർവതിയോട് കരുണാകരൻ ഈ പെരുമാറുന്ന രീതിയോട് ഒട്ടും തന്നെ സഹിക്കുന്നില്ല.